ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മണി മാർക്കറ്റിന്റെ സബ് മാർക്കറ്റുകളെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സ്, മണി മാർക്കറ്റിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇനി പറയുന്നത്. ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ഒന്നാമത്തെ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ട്രഷറി ബില്ലാണ്. പിന്നെ കോൾ ആൻഡ് നോട്ടീസ് മണി ഉണ്ട്, കൊമേഴ്ഷ്യൽ ബില്ല്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്, റിപ്പോർട്ട്സ്. ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നും എന്താന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഒരു ഇൻസ്ട്രുമെന്റ് എന്താണെന്നുള്ളത് നോക്കാം. ട്രഷറി ബില്ലാണ്. Treasury bill എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രഷറി ബിൽ ഈസ് എ ഷോർട്ട് ടേം ഗവൺമെന്റ് സെക്യൂരിറ്റി യൂഷ്വലി ഓഫ് ദ ഡ്യൂറേഷൻ ഓഫ് 91 days. ഇവിടെ ട്രഷറി ബിൽ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റിയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അതൊരു ഗവൺമെന്റ് സെക്യൂരിറ്റിയാണ്. അതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 91 days ആണ്. സോൾഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെന്റ്. അത് സോൾഡ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ആണ്. അപ്പൊ അതാണ് ട്രഷറി ബില്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഗവൺമെന്റ് സെക്യൂരിറ്റി ആണ്, ഡ്യൂറേഷൻ 91 days ആയിരിക്കും, സെൻട്രൽ ബാങ്ക് ആണ് ഇത് സോൾവ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ദർ ഇസ് നോ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പൊ ഇതിന് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. പേബിൾ ഓൺ ദ ട്രഷറി ബിൽ, ദീസ് ആർ സോൾഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ഓൺ ദ ബേസിസ് ഓഫ് കോമ്പറ്റേറ്റീവ് ബിഡിംഗ്. കോമ്പറ്റേറ്റീവ് ബിഡിംഗിന്റെ ബേസിസിലാണ് ഇത് സോൾവ് ചെയ്യുന്നത്. ബിഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേലം വിളിക്കുക. അപ്പൊ അതിന്റെ ഒരു ബേസിസിലാണ് സെൻട്രൽ ബാങ്ക് ഈ ഒരു ട്രഷറി ബിൽസ് സോൾവ് ചെയ്യുന്നത്. സോ ട്രഷറി ബിൽസ് ആർ ഹൈലി സെക്യൂർഡ് ആൻഡ് ലിക്വിഡ്. അതായത് ട്രഷറി ബിൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റി ആയതുകൊണ്ട് തന്നെ അത് ഹൈലി സെക്യൂർഡ് ആണ് അല്ലെ. ഹൈലി സെക്യൂർഡ് മാത്രമല്ല, അത് ലിക്വിഡ് കൂടെയാണ്. അതായത് ബിക്കോസ് ഓഫ് ഗ്യാരണ്ടി ഓഫ് റീപേയ്മെന്റ് അഷ്യൂർഡ് ബൈ ദ RBI who is always willing to purchase or discount them. അപ്പൊ അതിന്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നതും കൂടുതലായിരിക്കും, അതുപോലെ തന്നെ ഹൈലി സെക്യൂർഡ് ആയിരിക്കും എന്നുള്ളതാണ് ട്രഷറി ബില്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നതാണ് ട്രഷറി ബിൽസിന്റെ ടൈപ്സ്. ഏതൊക്കെ ടൈപ്സ് ട്രഷറി ബില്ലുകളാണുള്ളത് നോക്കാം. അതിലൊന്നാമത് പറയുന്നതാണ് ഓർഡിനറി ഓർ റെഗുലർ ട്രഷറി ബിൽസ്. അതിന് മുന്നേ ട്രഷറി ബില്ലിന്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു സ്പെസിമാൻ ആണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ട്രഷറി ബില്ലുകളാണെന്നുള്ളത്, ഒന്നാമത് ഓർഡിനറി ഓർ റെഗുലർ ട്രഷറി ബില്ലാണ്. ഈ ഒരു ബില്ലിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നതാണ്. RBI ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓപ്ഷൻ ഓർ ബിഡിംഗ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓപ്ഷൻ അല്ലെങ്കിൽ ബിഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, ലേലം വിളിച്ചുകൊണ്ട് അല്ലെ, ലേലം വിളിയാണ്. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബില്ല് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നത്. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ നീഡ്സ്, അതും ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സ്, അഡീഷണൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ബില്ലുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇതിന്റെ ഒരു ബിഡ് ഇൻവൈറ്റ് ചെയ്യുന്നത് യൂഷ്വലി 14 days, 182 days, 91 days, 364 daysലുള്ള ട്രഷറി ബിൽസുകളാണ് ഈ ഒരു ഓർഡിനറി ട്രഷറി ബിൽസിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ഓർഡിനറിയിൽ പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഇത് ഓപ്ഷൻ ഓർ ബിഡിംഗ് ആണ്. പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അഡീഷണൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ നീഡ്സ് ഗവൺമെന്റിന്റെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നതാണ്. ഇനി അടുത്തത് നോക്കാം ഏതാന്നുള്ളത്. അടുത്തത് അഡ്ഹോക്ക് ട്രഷറി ബില്ലാണ്, രണ്ടാമത്തെ ഒരു ടൈപ്പ്. അപ്പൊ ഈ ഒരു ബില്ലിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ഇഷ്യൂഡ് ഇൻ ഫേവർ ഓഫ് RBI വിത്ത് എ വ്യൂ ടു റിപ്ലനിഷ് ഗവൺമെന്റ്സ് ക്യാഷ് ബാലൻസ് ബൈ എംപ്ലോയിങ് ടെമ്പററി സർപ്ലസ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെമി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഈ ഒരു ഇതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു റെഗുലറും അഡ്ഹോക്കും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്, ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക്സിനും ജനറൽ പബ്ലിക്സിനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു ട്രഷറി ബില്ല് റെഗുലറിൽ പറഞ്ഞത് അവിടെ ബാങ്ക്സിന് അതുപോലെ തന്നെ പബ്ലിക്കിനാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് ബാങ്ക്സിനോ അല്ലെങ്കിൽ പബ്ലിക്കിനോ ഈ ഒരു ട്രഷറി ബിൽസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റേറ്റ് അല്ലെങ്കിൽ സെമി ഗവൺമെന്റ് അല്ലെങ്കിൽ ഫോറിൻ ബാങ്കുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. അവരുടെ ഷോർട്ട് ടേം ഫണ്ട് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇത്തരം അഡ്ഹോക്ക് ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ജനറൽ പബ്ലിക്കിന് സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് അഡ്ഹോക്ക് ട്രഷറി ബില്ലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഇഷ്യൂ ചെയ്യുന്ന സ്റ്റേറ്റ് ആയാലും സെമി ഗവൺമെന്റ് ഓർ ഫോറിൻ ബാങ്കുകളായിരിക്കും അവരുടെ ഷോർട്ട് ടേം ഫണ്ടുകൾ, ഷോർട്ട് ടേം റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പൊ അതാണ് ഈ ഒരു അഡ്ഹോക്ക് ട്രഷറി ബില്ലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. Banks are the main subscribers to treasury bills because of they offer a stable and attractive returns, high liquidity and can be encashed very short notice with RBI. അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ രണ്ട് ട്രഷറി ബില്ലുകളുടെയും പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നതാണ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണി. അപ്പൊ കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണിയിൽ പറയുന്നത് കോൾ മണി, നമ്മൾ കോൾ മണി മാർക്കറ്റ് പഠിച്ചതാണ് അല്ലെ.
അപ്പോൾ കോൾ അതിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ ഒരു കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണി എന്ന് പറയുന്നത്. സോ കോൾ മണി റിഫേഴ്സ് ടു എ മണി ഗിവൺ ഫോർ എ വെരി ഷോർട്ട് പീരീഡ്. ഒരു വെരി ഷോർട്ട് പീരീഡിലേക്ക് കൊടുക്കുന്ന ഒരു മണിയാണ് എന്ത് പറയുന്നത്, കോൾ മണി എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ടേക്കൺ ഫോർ എ ഡേ ഓർ ഓവർനൈറ്റ് ബട്ട് നോട്ട് എക്സീഡിങ് ഈവൻ ഡേയ്സ് ഇൻ എനി സർക്കംസ്റ്റൻസസ്. അതായത് ഇതിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡേ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ആയിരിക്കും. ഡേ ഓർ ഓവർനൈറ്റ് ബട്ട് നോട്ട് എക്സീഡിങ് 7 days. 7 days എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഏത് സാഹചര്യങ്ങളും എന്താണ് 7 days കൂടാനായിട്ട് പാടില്ല. ഒരു ഡേയോ അല്ലെങ്കിൽ ഓവർനൈറ്റോ ആയിരിക്കും. The surplus fund of the commercial banks and other institutions are usually given as call money. ഇവിടെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോൾ മണി മാർക്കറ്റ് പറഞ്ഞ പോലെ തന്നെയാണ്. അവിടെ ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഉണ്ടാകുന്ന സർപ്ലസ് ഫണ്ടുകളാണ് ഇവിടെ കോൾ മണി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണിയിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, CD എന്ന് പറയും. അപ്പോൾ ആസ് പെർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് എ നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആൻഡ് ഇഷ്യൂഡ് ഇൻ ഡിമെറ്റീരിയലൈസ്ഡ് ഫോം ഓർ ആസ് എ അസൻസ് പ്രൊമിസറി നോട്ട് അഗെയിൻസ്റ്റ് ഫണ്ട്സ് ഡെപ്പോസിറ്റഡ് അറ്റ് എ ബാങ്ക് ഓർ അതർ എലിജിബിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ എ സ്പെസിഫൈഡ് ടൈം പീരീഡ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇഷ്യൂ ചെയ്യുന്നത് ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിലായിരിക്കും അല്ലെ, അതായത് ഡിജിറ്റൽ ഫോമിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അതിന് അല്ലെങ്കിൽ ഒരു അസൻസ് പ്രൊമിസറി നോട്ട് എന്നും കൂടെ എന്ത് പറയുന്നുണ്ട്. അപ്പോൾ അഗെയിൻസ്റ്റ് ഫണ്ട്സ് ഡെപ്പോസിറ്റഡ് അറ്റ് ബാങ്ക്, ഇത് എന്തിനാണ് കൊടുക്കുന്നത് നോക്കാം. അതായത് ഏതെങ്കിലും ഒരു ബാങ്കിലോ അല്ലെങ്കിൽ അതർ എലിജിബിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിനെയാണ് ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓർ ആസ് എ അസൻസ് പ്രൊമിസറി നോട്ട്, അതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. So certificate of deposit are marketable receipt in bearer or registered form of funds deposited in a bank or other eligible financial institutions for a specified period at a specified rate of interest. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നമ്മൾ സ്പെസിഫൈഡ് പീരീഡിൽ എന്ത് ചെയ്യണം, ഒരു സ്പെസിഫൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അതിനുണ്ടായിരിക്കുക എന്നുള്ളതാണ്. Then they are different from the fixed deposit in the sense that they freely transferable, can be sold to someone else, can be traded on the secondary market. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡിഫറെന്റ് ഫ്രം ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്നും ഡിഫറെന്റ് ആണ്. അതായത് ഇത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, സെക്കൻഡറി മാർക്കറ്റിൽ ഇത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിന്റെ കൂടെയാണ് എന്ത് പറയുന്നത്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇഷ്യൂ ചെയ്യുന്നത് ഡിമെറ്റീരിയലൈസ്ഡ് ഫോമിലായിരിക്കും അല്ലെങ്കിൽ ആസ് എ അസൻസ് പ്രൊമിസറി നോട്ടായിട്ടായിരിക്കും. എഗെയിൻസ്റ്റ് ഫണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിനാണ് കൊടുക്കുന്നത്, ഇത് ഫണ്ട് അല്ലെ, നമ്മൾ ആ ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ബാങ്കിലോ ഡെപ്പോസിറ്റ് ചെയ്ത ഫണ്ടിന്റെ എതിരായിട്ടാണ്, എഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അതിനാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന അതിൽ തന്നെ പറയുന്നതാണ് Reserve Bank of India launched a scheme in June 1989 permitting banks to issue CDs. Reserve Bank of India has modified its guideline from time to time. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. അറ്റ് പ്രസന്റ് മിനിമം എമൗണ്ട് ഓഫ് CD എന്ന് പറയുന്നത് 1 lakh ആൻഡ് മൾട്ടിപ്പിൾസ് ഓഫ് 1 lakh ആണ് ഈ ഒരു മിനിമം എമൗണ്ട് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. So the maturity period of certificate of deposit at present should not be less than 7 days. അപ്പോൾ CD യുടെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് should not be less than 7 days ആണ് and not more than 1 year from the date of issue in case of CD issued by a bank. അതായത് 7 ദിവസത്തിൽ കുറയാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഒരു വർഷത്തിൽ more than and not more than 1 year from the date of issue. ഡേറ്റ് ഓഫ് ഇഷ്യൂ ആയിട്ട് അല്ലെ, അതിൽ നോട്ട് മോർ ദാൻ 1 year ആവാനും പാടില്ല എന്നുള്ളതാണ് അതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. So the financial institutions can issue CDs for a period not less than 1 year and not exceeding 3 years from the date of issue. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് CDs എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 1 year ആണ്. അതുപോലെ തന്നെ നോട്ട് എക്സീഡിങ് 3 years എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. ഡേറ്റ് ഓഫ് ഇഷ്യൂല് 3 years എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് CDയിൽ പറയുന്നത്.
അപ്പോൾ ഇത് മെയിനായിട്ട് വരുന്ന ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ ഷോർട്ട് ടേം ഫണ്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത് മണി മാർക്കറ്റിലെ ഒരു ഇൻസ്ട്രുമെന്റ് കൂടെയാണ്. അപ്പോൾ CPs എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടേം പ്രൊമിസറി നോട്ടാണ്. ഷോർട്ട് ടേം പ്രൊമിസറി നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പ്രൊമിസറി നോട്ട് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് എ റിട്ടേൺ പ്രോമിസ് ബൈ വൺ പാർട്ടി ടു പേ അനദർ പാർട്ടി. അതായത് ഇവിടെ എന്താണ് ഒരു പ്രൊമിസറി നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു റിട്ടേൺ പ്രോമിസ് ആണ്. ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് കൊടുക്കുന്ന ഒരു റിട്ടേൺ പ്രോമിസ് ആണ്. ഒരു ഡെഫിനറ്റ് സം ഓഫ് മണി പറഞ്ഞിട്ടുണ്ടായിരിക്കും, എയ്തർ ഓൺ ഡിമാൻഡ് ഓർ അറ്റ് എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ്, അല്ലെ? എയ്തർ ഓൺ ഡിമാൻഡ്, അവർ പറയുന്ന ഡിമാൻഡിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റിൽ എന്ത് ചെയ്യാണ് ഒരു സം ഓഫ് മണി നൽകാൻ വേണ്ടിയിട്ട് പ്രോമിസ് കൊടുക്കുന്ന ഒരാൾ മറ്റൊരാൾക്ക്, ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് പ്രോമിസ് കൊടുക്കുന്നതിനെയാണ് പ്രൊമിസറി ഷോർട്ട് ടേം പ്രൊമിസറി നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ അത്തരത്തിലുള്ള ഒരു ഷോർട്ട് ടേം പ്രൊമിസറി നോട്ടാണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് റെപ്യൂട്ടഡ് കമ്പനീസ് ആയിരിക്കും. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റെപ്യൂട്ടഡ് കമ്പനീസിന് ഗുഡ് ക്രെഡിറ്റ് സ്റ്റാൻഡിംഗ് ഉണ്ടാവണം, അതുപോലെ തന്നെ ഹാവിംഗ് സഫിഷ്യന്റ് ടാൻജിബിൾ അസിസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ അതാണ് ഈ ഒരു CPയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ CPs ആർ അൺസെക്യൂർഡ് ആൻഡ് ആർ നെഗോഷ്യബിൾ ബൈ എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി. അപ്പോൾ അതുപോലെ തന്നെ CPs ആർ നോർമലി ഇഷ്യൂഡ് ബൈ ബാങ്ക്സ്, പബ്ലിക് യൂട്ടിലിറ്റീസ്, ഇൻഷുറൻസ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ CPs നോർമലി ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കുകളാണ്, അതുപോലെ തന്നെ പബ്ലിക് യൂട്ടിലിറ്റീസ്, ഇൻഷുറൻസ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് CPs മെയിനായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ നോർമലി ഇഷ്യൂ ചെയ്യുന്നത്. ഇത് നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് കൂടെയാണ്, എൻഡോഴ്സ്മെന്റ് ആൻഡ് ഡെലിവറി ആയിട്ട്. അതുപോലെ തന്നെ അൺസെക്യൂർഡ് ആണ്. CPs എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ആണെന്നും കൂടെയാണ് പറയുന്നത്. ഇനി വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CPs ഇൻ ഇന്ത്യ വേർ ലോഞ്ച്ഡ് ഇൻ RBI നോട്ടിഫിക്കേഷൻ ഇൻ ജനുവരി 1990 ഇത് ലോഞ്ച് ചെയ്തത്. വിത്ത് എ വ്യൂ ടു എനേബിൾ ഹൈലി റെപ്യൂട്ടഡ് കമ്പനീസ് ഡൈവേഴ്സിഫൈ ദയർ സോഴ്സ്. അവരുടെ ഷോർട്ട് ടേം ബോറോവിങ്സ് അല്ലെങ്കിൽ അവരുടെ സോഴ്സ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈലി റെപ്യൂട്ടഡ് കമ്പനീസ് ഇത്തരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് തുടങ്ങിയിട്ടുള്ളത്. സോ ദ ഇഷ്യൂയിങ് കമ്പനീസ് റിക്വയർഡ് ടു മീറ്റ് ദ ഇഷ്യൂയിങ് കമ്പനി എന്ത് ചെയ്തിരിക്കണം, അവർ സ്റ്റാമ്പ് ഡ്യൂട്ടി, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഫീസ്, സ്റ്റാൻഡ് ബൈ ഫെസിലിറ്റി ചാർജസ് ഒക്കെ എന്ത് ചെയ്യണം, മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതിന്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 30 days ആണ്. 30 ദിവസമാണ് ഈ ഒരു കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിന്റെ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത്, മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് CP. ഇത് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സും അപ്പോൾ മണി മാർക്കറ്റിൽ വരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് റീപർച്ചേസ് എഗ്രിമെന്റ്. ഇതെന്ന് പറയുന്നത് മണി മാർക്കറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് കൂടിയാണ്. അതുപോലെ തന്നെ ഇതിലൂടെ നമുക്ക് ഒരു സ്മൂത്ത് അഡ്ജസ്റ്റ്മെന്റ്, ഷോർട്ട് ടേം ലിക്വിഡിറ്റി, ഈ ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് തമ്മിലുള്ള ഷോർട്ട് ടേം ലിക്വിഡിറ്റി എന്താ സ്മൂത്ത് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് കൂടിയാണ് റിപ്പോ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അതിന്റെ മീനിങ് എന്താന്ന് നോക്കാം. ഇവിടെ പറയുന്നത് സെയിൽ ഓഫ് സെക്യൂരിറ്റി ടുഗദർ വിത്ത് ആൻ എഗ്രിമെന്റ് ബൈ ദ സെല്ലർ ടു ബൈ ബാക്ക് ദ സെക്യൂരിറ്റീസ് ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ്. വലിയതായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽ ഓഫ് സെക്യൂരിറ്റി സെയിൽ ചെയ്യാണ് വിത്ത് ആൻ എഗ്രിമെന്റ്, ഒരു എഗ്രിമെന്റോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, സെക്യൂരിറ്റി സെയിൽ ചെയ്യാണ്. സെല്ലർ ആർക്ക് കൊടുക്കുകയാണ്, ബയ്യർക്ക് ഈ സെക്യൂരിറ്റി സെല് ചെയ്യുന്നു. എന്താ അതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിൽ ഇത് തിരിച്ചു വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട്, തിരിച്ച് പർച്ചേസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, സെല്ലർ ഈ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, സെക്യൂരിറ്റി സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റീപർച്ചേസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്യൂച്ചർ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബയ്യറുടെ കയ്യിൽ നിന്ന്, ആരാണത് വാങ്ങിച്ചു കൊണ്ടത് അയാളുടെ കയ്യിൽ നിന്നും ഈ സെയിൽ ചെയ്ത ആൾ എന്ത് ചെയ്യും, തിരിച്ച് വാങ്ങിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റിനെയാണ് റീപർച്ചേസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിനെ ഓൾസോ, ഈ ഒരു റിപ്പോനെ ഓൾസോ നോണേഴ്സ് എന്താ, റിവേഴ്സ് റിപ്പോ എന്ന് പറയുന്നുണ്ട്, അല്ലെ? എന്താണ് ആ പേര് പറയുന്ന പോലെ റീപർച്ചേസ് എന്നാണ്, അല്ലെങ്കിൽ റിവേഴ്സ് റിപ്പോ. അതായത് റീപർച്ചേസ് പിന്നെ തിരിച്ച് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഷോർട്ട് ടേം ഡ്യൂറേഷൻ ആണ്, വിച്ച് എഗ്രീഡ് ബൈ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് സെല്ലിംഗ് ആൻഡ് റീപർച്ചേസിംഗ്. സോ ദ പാർട്ടി ഹു സെൽ ദ സെക്യൂരിറ്റി, ആരാണോ ഈ ഒരു സെക്യൂരിറ്റി സെൽ ചെയ്യുന്നത്, അണ്ടർ എ റീപർച്ചേസ് എഗ്രിമെന്റ്, ഒരു റീപർച്ചേസ് എഗ്രിമെന്റിലൂടെ ആരാണോ, ഏത് പാർട്ടിയാണോ ഇത് സെൽ ചെയ്യുന്നത് അവരെ നമ്മൾ ബോറോവർ എന്ന് പറയുന്നുണ്ട്. ദ പാർട്ടി ഹു ബൈസ് ദ സെക്യൂരിറ്റി ഈസ് ദ ലെൻഡർ, ആരാണോ അത് വാങ്ങിക്കുന്നത് അവരെ ലെൻഡർ എന്നാണ് പറയുന്നത്. സോ ഇവിടെ RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് മാത്രമാണ് ഇതിലൂടെ നമ്മൾ ട്രേഡ് ചെയ്യുള്ളൂ. അതിൽ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ബോണ്ട് വരും, ട്രഷറി ബില്ല്, കോർപ്പറേറ്റ് ബോണ്ട് ഒക്കെ അതിൽ വരുന്നതാണ്. അപ്പൊ ഇത്തരം സെക്യൂരിറ്റീസ് മാത്രമാണ് ഇതിലൂടെ നമ്മൾ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ
ഇതിന്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ അറിയാം. ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറഞ്ഞു. കൊളാക്ടറലൈസ്ഡ് ഷോർട്ട് ടേം ബോറോവിംഗും ലെൻഡിങ്ങും ആണ് നടക്കുന്നത്. സെയിൽ ഓർ പർച്ചേസ് ഓപ്പറേഷൻസ്. ഇതിനെ നമ്മൾ റെഡി ഫോർവേഡ് ട്രാൻസാക്ഷൻ എന്നും കൂടെ പറയുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു കൺസെപ്റ്റിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. ദെൻ ഇതില് ടൈപ്സ് ഓഫ് റിപ്പോസ് വരുന്നത് 2 ടൈപ്പ് റിപ്പോസ് ആണ് വരുന്നത്. ഒന്ന് ഇന്റർ ബാങ്ക് റിപ്പോ ആണ്. ഇന്റർ ബാങ്ക് റിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പോ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്നത് ബാങ്കുകൾ തമ്മിലായിരിക്കും. അതിനെയാണ് ഇന്റർ ബാങ്ക് റിപ്പോ എന്ന് പറയുന്നത്. Then RBI repo എന്ന് പറയുമ്പോൾ RBI also undertake the repo deals with the primary dealers and scheduled commercial banks to control liquidity in the market is called RBI repo. ഇവിടെ RBIയും ആയിരിക്കും കൊമേഴ്ഷ്യൽ ബാങ്ക്സും ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനാണ് ഇവിടെ ഇന്റർ ബാങ്ക് റിപ്പോ എന്ന് പറയുമ്പോൾ ബാങ്കുകൾ തമ്മിലായിരിക്കും സെല്ലിങ്ങും ബൈങ്ങും നടക്കുന്നുണ്ടായിരിക്കും. RBI റിപ്പോ എന്ന് പറയുമ്പോൾ RBIയും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കുകളും തമ്മിലായിരിക്കും. അപ്പോൾ അതാണ് മെയിൻ ടൈപ്സ് ഓഫ് റിപ്പോസ് ആയിട്ട് പറയുന്നത്. അപ്പൊ റീപർച്ചേസ് എഗ്രിമെന്റിന്റെ ഒരു രൂപമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കാം, റിപ്പോ ട്രാൻസാക്ഷൻ പറയുന്നുണ്ട്. സെല്ലർ ആണ് അല്ലെ. സെല്ലർ എന്ത് ചെയ്യാണ്? ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആസ് കൊളാട്രൽ ലെൻഡർക്ക് കൊടുക്കുന്നു. ലെൻഡർ ഫണ്ട് കൊടുക്കുന്നു. മെച്യൂരിറ്റി ആവുമ്പോൾ ഈ ഒരു സെല്ലർ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാഷ് ഫണ്ടും ഈ ഒരു ഫണ്ടും അയാൾ കൊടുത്ത ഫണ്ടും അതിന്റെ ഇൻട്രസ്റ്റും കൂടി ലെൻഡർക്ക് കൊടുക്കുന്നു. ലെൻഡർ അയാളിൽ നിന്ന് വാങ്ങിച്ച ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്യുന്നു. ആർക്ക്? സെല്ലർക്ക് തന്നെ കൊടുക്കുന്നു. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ഒരു ഇമ്പോർട്ടന്റ് ആ ട്രാൻസാക്ഷൻ. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സെല്ലർ ഗവൺമെന്റ് സെക്യൂരിറ്റി കൊളാട്രൽ സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ അവർ ക്യാഷ് കൊടുക്കുന്നു, ലെൻഡർ ക്യാഷ് കൊടുക്കുന്നു. അതിനുശേഷം സെല്ലർ മെച്യൂരിറ്റി എത്തുമ്പോൾ എന്ത് ചെയ്യാണ്? ക്യാഷും ഇൻട്രസ്റ്റും കൊടുത്ത് ആ ഒരു സെക്യൂരിറ്റി തിരിച്ചു വാങ്ങുന്നു. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് റിപ്പോ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ആ ഒരു അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളത് നോക്കാം. An active repo market leads to increase in turnover of the money market. ഒരു ആക്റ്റീവ് റിപ്പോ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു മണി മാർക്കറ്റിന്റെ ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ലിക്വിഡിറ്റി ആൻഡ് ഡെപ്ത് ഓഫ് മണി മാർക്കറ്റ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്മൂത്ത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി. വേരിയസ് കാറ്റഗറീസ് ഓഫ് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ഒരു ഷോർട്ട് ടേം ലിക്വിഡിറ്റി ഒക്കെ എന്ത് ചെയ്യുന്നത്? സ്മൂത്ത് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ റിപ്പോ ഈസ് എ ടൂൾ ഫോർ ഫണ്ടിങ് ട്രാൻസാക്ഷൻസ്. ഇതൊരു ഫണ്ടിങ് ട്രാൻസാക്ഷന്റെ ടൂൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. It provides a cheaper and most efficient way of improving liquidity. സെക്കൻഡറി മാർക്കറ്റിൽ ഒരു മോസ്റ്റ് എഫിഷ്യന്റ് അതുപോലെ തന്നെ ഒരു ഇംപ്രൂവിംഗ് ആയിട്ടുള്ള ഒരു ഇംപ്രൂവ് ലിക്വിഡിറ്റി ആയിട്ടുള്ള ഒരു ടൂളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതായത് റിപ്പോ ഇസ് എ ടൂൾ ഫോർ ഫണ്ടിങ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ ചീപ്പർ ആൻഡ് മോസ്റ്റ് എഫിഷ്യന്റ് വേ ഫോർ ഇംപ്രൂവിംഗ് ലിക്വിഡിറ്റി. അതിനുള്ള ഒരു വഴി അല്ലെ, അതിനുള്ള ഒരു വഴിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? റിപ്പോ പ്രവർത്തിക്കുന്നത്. Then repos are source in expensive finance for institutions. അത് inexpensive finance ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് റിപ്പോസ് എന്ന് പറയുന്നത്. And Reserve Bank of India can use repos as a tool of open market operations. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഒരു ടൂള് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. റിപ്പോ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഒരു ഇൻജക്റ്റിംഗ് ഓർ വിഡ്രോവിംഗ് ലിക്വിഡിറ്റി ഫ്രം മാർക്കറ്റ്, അതായത് മാർക്കറ്റിലെ എന്ത് ചെയ്യാൻ? വിഡ്രോവിംഗ് അല്ലെ, ലിക്വിഡിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ് ഇൻ മോണിറ്ററി കൺട്രോൾ ഓഫ് ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്. അതുപോലെ തന്നെ ഒരു ഇൻഡയറക്റ്റ് ഇൻസ്ട്രുമെന്റ് ആയിട്ടും ഇത് എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അപ്പൊ ഇതാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് ഓഫ് റിപ്പോസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, IBPCS എന്ന് പറയുന്നത്. ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇന്റർ ബാങ്ക് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് യൂസ് ചെയ്യുന്നത്. അവരുടെ സർപ്ലസ് ഫണ്ടുകൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് യൂസ് ചെയ്യുന്ന ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് വിത്ത് റിസ്ക് ഷെയറിംഗ് IBPC, അതുപോലെ തന്നെ വിത്തൗട്ട് റിസ്ക് ഷെയറിംഗ്. അപ്പൊ വിത്ത് റിസ്ക് ഷെയറിംഗ് എന്ന് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ചെയ്യുന്നത് 91 to 180 ഡേയ്സിലാണ്. ഇൻട്രസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഒരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്സ് ബിറ്റ്വീൻ ഇഷ്യൂയിങ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്. അതായത് ഇഷ്യൂയിങ്ങും അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക് ഫ്രീലി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഒരു ഇൻട്രസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഇഷ്യൂ ചെയ്യുന്നത് എന്ന് പറയാം. വിത്തൗട്ട് റിസ്ക് എന്ന് പറയുമ്പോൾ ഇതില് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് നോട്ട് എക്സീഡിങ് 90 ഡേയ്സ് ആണിത്. അതിന്റെ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് നോട്ട് എക്സീഡിങ് 90 ഡേയ്സ് ആണ്. ദ ഇൻട്രസ്റ്റ് ഓൺ ദിസ് സ്പീസീസ് ഡിറ്റർമിൻഡ് ബൈ 2 കോൺട്രാക്റ്റിംഗ് ബാങ്ക്സ്. 2 കോൺട്രാക്റ്റിംഗ് ബാങ്കുകളാണ് ഈ ഇതിൽ എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്
ഈ ഒരു ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റിന്റെ 2 ടൈപ്സ് സർട്ടിഫിക്കറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് ഒരു ഇൻസ്ട്രുമെന്റ് പറയുന്നത് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ആണ്. അപ്പൊ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് ആണ്. അത് ഹൈ ക്വാളിറ്റി അതുപോലെ ഹൈ ക്വാളിറ്റി ഉള്ള സെക്യൂരിറ്റീസിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ തന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ്. അതുപോലെ തന്നെ ഇത് സേഫ് ആണ്, എക്സ്ട്രീംലി ലോ റിസ്ക് സെക്യൂരിറ്റീസ് ആണ് ഈ ഒരു മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഉള്ളത്. അപ്പൊ ഇതിന് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഈ ക്യാഷ് നമ്മളിപ്പോ സാധാരണ ഒരു ഷെയർ ഹോൾഡർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഷെയർ വാങ്ങിക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് എന്ത് ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജറിൽ, ഇവിടെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടില് ഒരു ഫണ്ട് മാനേജർ ഉണ്ടായിരിക്കും. ഈ ഫണ്ട് മാനേജറിന് നമുക്ക് ഈ ഒരു ക്യാഷ് നമ്മൾ കൊടുക്കുന്നു. അപ്പൊ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, പല സെക്യൂരിറ്റീസിലായിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പല ഹൈ ക്വാളിറ്റി സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. തിരിച്ച് നമുക്ക് കിട്ടുന്നത് ആ ഒരു പല ഡിഫറെന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിന്റെ ഓരോ യൂണിറ്റ് ആണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതുകൊണ്ട് ഇതിനെ യൂണിറ്റ് ഹോൾഡർ എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എല്ലാ സെക്യൂരിറ്റീസിന്റെയും, ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സെക്യൂരിറ്റീസിന്റെയും ഒരു ചെറിയ പോർഷൻസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഈ ഫണ്ട് മാനേജർ എന്ന് പറയുന്ന ആള് നല്ല എന്താണ്, അദ്ദേഹം നല്ല ഒരു നോളജ് ഉള്ള ആളായിരിക്കും ആ ഒരു മാർക്കറ്റിനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും, അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ലോ റിസ്ക് ആയിരിക്കും എന്നുള്ളത്. ഇനി മ്യൂച്വൽ ഫണ്ട് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യാണ്, സ്പോൺസർ ആണ് ഉണ്ടായിരിക്കും. മ്യൂച്വൽ ഫണ്ട് തുടങ്ങുമ്പോൾ അതിൽ സ്പോൺസർ ആണ് ഉണ്ടായിരിക്കുക. ഒരുപാട് ക്രൈറ്റീരിയാസ് ഒക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും ആ ഒരു സ്പോൺസർ, അതായത് ഫണ്ട് മാനേജർ ആ ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്തിട്ടായിരിക്കും അത് തുടങ്ങുന്നുണ്ടായിരിക്കുക. ഈ ഫണ്ട് മാനേജർ ആണ് എന്ത് ചെയ്യുന്നത്, ഷെയർ വാങ്ങുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ റിസ്ക് ഇല്ല. അദ്ദേഹം ഇത് നല്ല രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇക്വിറ്റി ഷെയർസിലും അതുപോലെ തന്നെ ബോണ്ട് ഫണ്ടിലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് സെക്യൂരിറ്റീസിലാണ്. ഒരു സെക്യൂരിറ്റീസിലല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇൻവെസ്റ്റ്. അപ്പൊ യൂണിറ്റ് ആണ് ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നത്. ഓരോ യൂണിറ്റ്, ആ ഒരു ഡിഫറെന്റ് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സെക്യൂരിറ്റീസിന്റെ എന്താണ് ഓരോ യൂണിറ്റ് ആണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്നത്. അപ്പൊ അതിനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ക്യാഷിനെ പോലെ അത്ര സേഫ് അല്ലെങ്കിലും അതുപോലെ തന്നെ എക്സ്ട്രീംലി ലോ റിസ്ക് ആണ്. കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ മണി മാർക്കറ്റ് ഫണ്ടുകളെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ എക്സ്ട്രീംലി ലോ റിസ്ക് ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് വരുന്നത്. റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്.